എന്നെ ഇടിച്ചു. ആര്? ഒരു കള്ളൻ. നീ മുകളിൽ കിടന്ന് ഉറങ്ങിയല്ലായിരുന്നോ? പിന്നെ കള്ളം വന്നെങ്ങനെ നിന്റെ കണ്ണിലിടിച്ചേ? വീടിനകത്ത് കയറിയല്ല, റോഡിൽ വെച്ചാ ഇടിച്ചത്. പക്ഷെ നീ അകത്തുനിന്നാണല്ലോ വരുന്നത്, പിന്നെ എപ്പോഴാണ് പുറത്തേക്ക് പോയത്? ഇത് സ്വപ്നത്തിലാ. ഞാൻ പറയുന്നത് സത്യമാ. ഉറങ്ങുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഈ അവസ്ഥയായി ഞാൻ. അതിന്റെ അർത്ഥം സ്വപ്നത്തിൽ തന്നെ ലിടി കിട്ടിയത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. വലിയ മഹത്തരമായ ഒരു കാര്യമായി പോയി. സംശയമുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞതല്ലേ? എല്ലാ കഴുതുകൾക്കും ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. സ്വപ്നത്തിൽ എന്താ സംഭവിച്ചത് വലിയ അളിയാ? അയ്യോ, എന്റെ ബാഗ്, എന്റെ ബാഗ്, എന്റെ ബാഗ് കള്ളം കൊണ്ട് പോണേ. എന്താ പറ്റിയത്? ഞാൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. ആ കള്ളൻ അയാൾ എന്റെ ബാഗ് കൊണ്ട് കടന്നു കളഞ്ഞു. പേടിക്കണ്ട, ആ ബാഗ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. അങ്കിള് തൽക്കാലം സ്കൂട്ടർ നോക്കിക്കോ, ഞാൻ ഈ കള്ളന്റെ കാര്യം നോക്കിക്കോളാം. നീ ഇത് എങ്ങോട്ടാടാ പെരുങ്കള്ള ഓടിപ്പോകുന്നത്? ആ ബാഗ് മര്യാദക്ക് തന്നോ, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിച്ച് കൂട്ടും. കിട്ടുന്ന ഇടിയുടെ എണ്ണം പോലും നിനക്ക് എണ്ണാൻ പറ്റില്ല, പറഞ്ഞേക്കാം. അവസാനം നിനക്ക് ശ്വാസം വിട്ടാലും വേദനിക്കും, എടുത്താലും വേദനിക്കും. അയ്യോ എന്റെ അമ്മച്ചി. ഹാവ്. അയ്യോ അമ്മച്ചി. താങ്ക് യു സോ മച്ച് മോനെ, താങ്ക് യു. ഓ അത് ശരി. അപ്പൊ സ്വപ്നത്തിലാണ് നിനക്ക് ഇത്ര ഇടി കിട്ടിയത്? അതെ, പക്ഷെ എന്റെ കണ്ണിന് പരിക്കൊറ്റത് ചിരട്ട കൊണ്ട് ഏറി കിട്ടിട്ടാ. നിന്റെ കണ്ണിൽ ഈ അടി കിട്ടിയത് വടി കൊണ്ടാ. അത് ശരി, അത് നിനക്കെങ്ങനെ അറിയാ? പിന്നീടുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കള്ള പെട്ടി എടുത്തോണ്ടാണ് ഓടിയത്. അവൻ ഓടിയപ്പോ അവന്റെ പുറകെ നീ ഓടി. പിന്നെ നിന്റെ കൂടെ ബിസിനസ്മാനും. താഴെ നോക്കണ്ട, ഇനി മുകളിലോട്ട് നോക്കേ. മര്യാദക്ക് ബാഗ് തിരിച്ചെന്നേക്ക്. ഞാനിത് അങ്കിളിന് തിരിച്ചു കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടാ വന്നത്. ഞാൻ ഒരു പ്രാവശ്യം ആർക്കെങ്കിലും വാക്ക് കൊടുത്തു കഴിഞ്ഞാ പിന്നെ ബാഗ് പറഞ്ഞപ്പോലും ഞാനൊന്നും കേക്കില്ല. അയ്യോ അയ്യോ.
യാ. ഏ? 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 യാ. യാ. ഏ? യാ. ഹൈ. ഉം, ഉം. താങ്ക് യു മോനെ, താങ്ക് യു. ആ എന്തായാലും കഥ കലക്കി. കള്ളൻ അവിടെ പെട്ടിയിട്ടിട്ട് ഓടിയില്ല, എടുത്തുകൊണ്ടാണ് ഓടിയത്. അപ്പൊ കള്ളം പെട്ടി എടുത്തോണ്ടാ ഓടിയേ. ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. ഏ? അപ്പൊ നീ എന്റെ സ്വപ്നം കണ്ടായിരുന്നോ? അതെ, ഞാനെന്താ സ്വപ്നം കണ്ടുകൂടെ? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? ഏ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അല്ല, നീ എന്റെ സ്വപ്നത്തിൽ കണ്ടത്? കള്ളൻ കൺസ്ട്രക്ഷൻ സൈഡിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ട് ഓടി. അവന്റെ പിറകെ നീ ഓടി, നിന്റെ പിറകെ ബിസിനസ്മാൻ ഓടി. ഉം. അതെ, മര്യാദക്ക ബാഗ് തന്നേക്ക്. മര്യാദക്ക് ബാഗ് താ. ഹണിയുണ്ടല്ലോ, ഉറങ്ങുന്ന സിംഹമാണ്. വെറുതെ കളിക്കാൻ നിൽക്കണ്ട. ഉണർന്നു കഴിഞ്ഞാലേ തന്നെ പപ്പടം പോലെ പൊടിച്ചു കളയും ഞാൻ, പറഞ്ഞേക്കാം. യാ. ഏ? ഏ? അയ്യോ. യാ. യാ. ഉം. അയ്യോ. താങ്ക് യു മോനെ, താങ്ക് യു, താങ്ക് യു. ഉം? ഏയ് ഇല്ലില്ല, അവൻ എന്നിട്ട് ഓടിയില്ല. ആ ബാഗും കൊണ്ട് ഹാങ് ഗ്ലൈൻഡറിൽ പറന്നുപോയി. സംശയമുണ്ടോ? ഞാനെന്താ കഴുതയാണെന്ന് വിചാരിച്ചോ? പോപ്പട്ട് സ്വപ്നത്തിൽ ഹാങ് ഗ്ലൈൻഡർ എവിടുന്നാ വന്നത്? പക്ഷെ അത് എന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നല്ലോ. സംശയമുണ്ടോ? അപ്പൊ നീയും എന്റെ സ്വപ്നം കണ്ടായിരുന്നോ? ആ? ആ? അതെ, ആ പാറയ്ക്ക് മുകളിൽ നീയും ആ കള്ളനും വഴക്കുണ്ടാക്കുകയായിരുന്നു. അല്പം ദൂരെയായി 3 ഹാങ് ഗ്ലൈൻഡർ ഉണ്ടായിരുന്നു. സംശയമുണ്ടോ? അയ്യോ, ആ കള്ളൻ എന്റെ ബാഗുമായി കടന്നു കളഞ്ഞു. രക്ഷിക്കണേ. ഇങ്ങനെ പറന്ന് പറന്ന് എങ്ങോട്ടേ പോകുന്നേ? എടാ വേഗം ഒന്ന് പൊക്കോ. ഓ എന്റെ പൊന്നോ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? സത്യത്തില് തനിക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഹൃദയത്തിൽ മാത്രമല്ല ഉള്ളത്, എന്നെ എവിടെ വേണമെങ്കിലും കാണാൻ സാധിക്കും, അറിയോ? ഹണി എന്ന് പറഞ്ഞ പേര് കേട്ടാ മതി, കള്ളന്മാരും കൊള്ളക്കാരൊക്കെ പേടിച്ചോടും. ഇറ്റ്സ് ടു മച്ച് ഫൺ. എടാ എടാ വിട, എടാ 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 എന്നെ വിടാനാ പറഞ്ഞോ. ഇവിടെ മാറാ, മാറാ. ഓ അയ്യോ അയ്യോ അയ്യോ. അയ്യോ. താങ്ക് യു മോനെ.
ഒരു മിനിറ്റ്, സത്യത്തിൽ എനിക്ക് സ്വപ്നത്തിൽ എവിടെയാ ഇടി കിട്ടിയത്? കണ്ണാണെങ്കിൽ ചുവന്നിരിപ്പുണ്ട്, മൂക്കാണെങ്കിൽ ചതഞ്ഞിരിപ്പുണ്ട്. നീ മൂക്കുകുത്തി പ്ലെയിനിൽ വീണായിരുന്നോ? സ്വപ്നം കണ്ടത് സോർദാറല്ലേ, പിന്നെ നിനക്കെങ്ങനെ അറിയാം കാര്യങ്ങള്? സ്വപ്നം കണ്ടത് നീയല്ലേ? കൂടെ ഞങ്ങളും കണ്ടുവന്നേ ഉള്ളൂ. ആ, ആ, ആ പറഞ്ഞത് ശരിയാണല്ലോ. ഓ ഹണി മൈ ഡിയർ, നിന്റെ മുറിവ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല മാഡം. മാഡത്തിനറിയോ എന്റെ കണ്ണിന് എങ്ങനെ പരിക്ക് പറ്റിയതെന്ന്? ആ അറിയാം, കഴിഞ്ഞ ദിവസം ഉറക്കത്തിൽ എണീറ്റ് നീ നടക്കുമായിരുന്നു. വഴിയിൽ നിന്ന് സ്ലിപ്പായി നീ വാതിൽ പോയി ഇടിക്കുമായിരുന്നു. ഈ ഞാനല്ലേ നിന്നെ എടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തിയത് ഹണി. എന്താ? അപ്പൊ ഞാൻ കണ്ട സ്വപ്നം മാഡം കണ്ടായിരുന്നോ? അല്ല, ഇത് സ്വപ്നമല്ല ഹണി, ഇത് ശരിക്കും നടന്നതാ. രാത്രി നീ എഴുന്നേറ്റ് നടന്നപ്പോൾ വീണതാണ്. അപ്പൊ ഇവരെന്ത് സ്വപ്നത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞോണ്ടിരുന്നത്? ഓ എന്ത് പറ്റി? മാഡം, ഇവർ 1 മണിക്കൂറായിട്ട് എന്നെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ചൂല് വെച്ച് ഞാൻ എല്ലാത്തിനും അടിച്ചോടിക്ക് വിടുന്നു. പിന്നെ ഇവർക്ക് അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിലിരിക്കുന്ന ചൂല് പറഞ്ഞാൽ പോലും ഞാൻ ഒരു കാര്യം മാറ്റി ചിന്തിക്കേയില്ല.